ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയിട്ടോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാലത്ത് 7 മണിക്ക് എഴുന്നേറ്റു, കർട്ടൻസൊക്കെ നീക്കിയിട്ടു കേട്ടോ. മോളാണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കണ്ണെന്താണെന്നറിയില്ല കേട്ടോ, എഴുന്നേറ്റ് പാടെ തന്നെ ഇങ്ങനെ റെഡ് കളറായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അപ്പം ഞാൻ അടുക്കളയിൽ പോയിട്ട് അങ്ങനെ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോഴത്തേക്ക് മോൾ എഴുന്നേറ്റു കേട്ടോ. അപ്പം മോൾ എഴുന്നേറ്റപ്പോൾ വേഗം ചടപടയെന്ന് ചായയൊക്കെ കുടിച്ച മോളെ നല്ല മൈൻഡിൽ ഉണർത്തിയെടുക്കാനാണ് ഞാൻ എന്നും ശ്രമിക്കാറ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവളുടെ മൈൻഡ് ശരിയായിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് വാശിയായിരിക്കും. അങ്ങനെ മോളെ നേരെ എഴുന്നേറ്റിട്ട് എലി വെള്ളത്തിൽ പെട്ട് കിടക്കുന്നത് കാണിച്ചു കൊടുക്കാനായിട്ട് പോയിട്ടോ. ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെയും ഗ്രൈൻഡറിൻ്റെയും മിക്സിയുടെയും ഒക്കെ വയറ് കടിച്ചതും അതേപോലെ തന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കടിച്ചിട്ടുള്ളൊരു മഹാവീരനാണ് ഇപ്പോൾ വെള്ളത്തിൽ പെട്ട് കിടക്കുന്നത് കേട്ടോ. അതങ്ങനെ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് അത് രക്ഷപ്പെട്ടങ്ങ് പോയി. പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ചോറും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ചീരക്കറിയാണ്. എന്നപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ദോശയാണ് കേട്ടോ. അപ്പം ചട്നി ഉണ്ടാക്കി വെച്ച ദോശ ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനെന്നും കറികളൊക്കെ സെറ്റാക്കി വയ്ക്കും. എന്നിട്ടാണ് ദോശ ഉണ്ടാക്കുക നിൽക്കാറ് കേട്ടോ. ദോശ ഉണ്ടാക്കിയാൽ പിന്നെ ക്ഷമയുണ്ടാവില്ല, കഴിക്കണം അപ്പം തന്നെ. അപ്പോൾ ഇന്നലത്തെ സാമ്പാറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്നിയും സാമ്പാറും കൂട്ടി ദോശ അങ്ങ് കഴിച്ചു. അപ്പോൾ ചായയും കൂടെ കുടിച്ചിട്ട് അപ്പോൾ മോൾക്കൊരു പ്ലേറ്റിൽ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും 2 വാ കഴിച്ചാൽ അതായില്ലെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് മോൾക്ക് മേലൊക്കെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി അവൾ റെഡിയായി. പിന്നെ പുറത്തേക്ക് ഇറങ്ങാനായിരിക്കും അവൾക്ക് ആകാംക്ഷ കേട്ടോ. അങ്ങനെ പുറത്തേക്ക് അവൾ ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് പോലും നിശ്ചയമില്ലാതൊരു പോക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് പിന്നെയും പാത്രങ്ങൾ ഇടാനുള്ള പാത്രം അങ്ങ് സെറ്റാക്കി വെച്ചു. മോളെങ്ങനെയൊക്കെയോ ആട്ടി അങ്ങ് ഉറക്കി. പിന്നെ 11:30 ആയപ്പോൾ അവളങ്ങ് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ക്രീം ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോളും കൂടെ കുറേ നേരം TV ഒക്കെ കണ്ടു. അപ്പോൾ ഏതിലെങ്കിലും സിനിമയുണ്ടോ നോക്കിയപ്പോൾ ഏതിലും സിനിമയില്ല കേട്ടോ. അപ്പോൾ സൺ മ്യൂസിക് അങ്ങ് ഇട്ടു. അപ്പോൾ ഭയങ്കര ചൂട് തോന്നിയപ്പോൾ വാട്ടർ മെലൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെറുതെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അത്രങ്ങ് മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പാലൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സിനിമ കാണാനിരിക്കുമ്പോൾ എല്ലാം പൊട്ട സിനിമകളായിരുന്നു. വീണ്ടും പിന്നെ നമ്മുടെ വിജയണ്ണൻ്റെ പാട്ട് വന്നപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ മോൾക്ക് TV-യിലൊന്നും ശ്രദ്ധയില്ല കേട്ടോ. അവളെല്ലാം വലിച്ചു വാരി ഇടും, കുറേ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. ചൂടായതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് തൈരും വെള്ളമൊക്കെ ഒഴിച്ച് അച്ചാറൊക്കെ കൂട്ടി അങ്ങ് ചീരക്കറിയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. ഫുഡെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ആ തണുപ്പ് ഇങ്ങനെ അങ്ങ് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് കൂളിംഗ് ആയിരിക്കും. അപ്പോൾ 11:30 ആയപ്പോഴത്തേക്ക് ഞാൻ 2 പേരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഉച്ച മയക്കത്തിലേക്ക് കടന്നു കേട്ടോ. അങ്ങനെ കിടക്കുന്ന സമയത്ത് കൂടുതൽ അവൾ സ്നേഹപ്രകടനങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ അവൾ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട്, ഞാനും ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ ഉറങ്ങി. ഒരു 3:30 3:45 ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ കറി ചൂടാക്കാനുണ്ടായിരുന്നു. അതെന്നും അതേപോലെ തന്നെയാണ് കേട്ടോ, ചൂടാക്കി വെക്കാറുണ്ട് എന്ത് കറിയാണെങ്കിലും. പിന്നെ ചായയൊക്കെ വെച്ച് ചായ കുടി കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും മേലൊക്കെ കഴുകി സുന്ദര കുട്ടപ്പികളായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കഴിക്കാനൊരു കൊതി. അപ്പോൾ ഉണ്ടാക്കി അതിൽ കുറച്ച് ജാമൊക്കെ പുരട്ടിയിട്ടങ്ങ് കഴിച്ചു. അവൾക്ക് അങ്ങനെ ഇഷ്ടമാവാത്തതുകൊണ്ട് അവൾ കഴിച്ചില്ല കേട്ടോ. ഞാൻ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളൂ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ വൈകുന്നേരം സീരിയൽ കണ്ട് 7 മണി മുതൽ 10-11 മണി വരെയും സീരിയൽ തന്നെയാണ് കേട്ടോ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴത്തേക്ക് അമ്മ വരുമ്പോൾ കോളിഫ്ലവർ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് കഴിച്ചു. പിന്നെ രാത്രിക്കത്തേക്ക് ഉപ്പിലിട്ട മാങ്ങയും ചീരക്കറിയും കൂട്ടി വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ചോറ് കഴിച്ചത്. പിന്നെ ഇതുവരെ ഇത്രയേ ഉള്ളൂ. ബായ്.